ഹലോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ഇന്നിപ്പോൾ ന്യൂ ഇയറിൻ്റെ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയായിരുന്നു എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയില്ല. ഞാനും അമ്മയും കൂടെ ഒരു 3-4 കറി ഉണ്ടാക്കി. കാരണം ഒത്തിരി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ ഈ പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല. അത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ ആദ്യം വെച്ച് ചട്ടിച്ചോറായിട്ട് ഉണ്ടാക്കാൻ കരുതി. പക്ഷേ ചട്ടിച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ചട്ടി കാര്യങ്ങളൊക്കെ വേണം. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്നാൽ ഇലയിൽ ഒരു പൊതിച്ചോറായിട്ടങ്ങ് കഴിക്കാൻ കരുതി. ഞങ്ങൾ ഉണ്ടാക്കിയത് മുട്ട വറുത്തു, മീൻ വറുത്തു, പിന്നെ നമ്മൾ ചിക്കൻ കറി വെച്ചു, പോർക്ക് കറി വെച്ചു. 4 ആണ് ഉണ്ടായിരുന്നത്. വെജിറ്റബിൾസ് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുന്നതെങ്കിലും എല്ലാം കൂടെ എന്തായാലും കഴിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് നമ്മൾ അതിനൊന്നും മെനക്കെടാൻ നിന്നില്ല. അപ്പോൾ ഞാൻ മീൻ വറുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മ അപ്പോൾ ചിക്കൻ കറിക്കുള്ള പണിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് അമ്മ അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും വേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോസൊക്കെ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങളിങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഒരു 10 മിനിറ്റ്സ് ഉള്ള അല്ലെങ്കിൽ 7 മിനിറ്റ്സ് ഉള്ള ഒരു ലോങ് വീഡിയോ ആയിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായുള്ള തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഇതിലുണ്ട്. പക്ഷെ നിങ്ങളങ്ങ് പുറത്ത് ക്ഷമിച്ചാളാം. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, എന്തായാലും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിത് വഴറ്റിക്കൊണ്ടിരിക്കുക. അതിനകത്തേക്ക് നമ്മൾ സവാള ഇട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അരച്ച് ചേർക്കുകയാണ് ചെയ്തത്. ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടെ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് പാതി നമ്മൾ പോർക്കിന് വേണ്ടിക്ക് മാറ്റി വെച്ചു. ബാക്കി പാതി നമ്മൾ ചിക്കനിലേക്ക് സവാളയുടെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അത് എന്നിട്ട് നന്നായിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വച്ചേക്കുവാണ്. ഞാനവിടെ അപ്പുറത്തുനിന്ന് ഞാനും ഇരുന്ന് മീൻ വറുക്കുന്നുണ്ട്. മീൻ നമ്മൾ വാങ്ങിച്ചത് പിലോപ്പിയാണ് വാങ്ങിച്ചത്. എന്നിട്ട് നമ്മൾ ചിക്കൻ കറിയിലേക്ക് നമ്മൾ തക്കാളി ഒരു 1-2 തക്കാളി നമ്മൾ അരിഞ്ഞ് കുരുകുരാന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ എല്ലാവരും നന്നായിട്ട് അടിച്ച് പൊളിച്ചു എന്ന് കരുതുന്നു. ഞങ്ങളുടെ ഇവിടെ വീടിൻ്റെ അടുത്ത് മലയാറ്റൂർ നക്ഷത്ര തടാകം എന്ന് പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ പഴന്തോട് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളി പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടേത് 24-ാം തീയതി തൊട്ട് 29-ാം തീയതി വരെ ഉണ്ടായിരുന്നു പരിപാടികൾ. ഞങ്ങൾ എല്ലാ ദിവസവും പോയി നല്ല അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ ഇത്തവണ വെറൈറ്റി ആയിട്ട് എന്തുണ്ടാക്കും എന്ന് ആലോചിക്കുമായിരുന്നു ന്യൂ ഇയറിന്. എപ്പോഴും ഒന്നല്ലെങ്കിൽ ചിക്കൻ വാങ്ങും. അങ്ങനെ ന്യൂ ഇയർ രാത്രി പുറത്തൊന്നും പോക്കില്ല. അപ്പോൾ എന്തെങ്കിലും ചിക്കൻ വാങ്ങുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത്തവണ ഒരു വെറൈറ്റി പിടിച്ചാലോ എന്ന് എഴുതി. എപ്പോഴും അമ്മ ബിരിയാണി ഉണ്ടാക്കും. നമ്മുടെ ബിരിയാണി നല്ല സൂപ്പർ ബിരിയാണിയാണ്. ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ ഒരു വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെക്കാമെന്ന് കരുതി. അപ്പോൾ ഈ വഴറ്റി വെച്ചേക്കുന്നതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതാണ് എൻ്റെ അമ്മ. അമ്മയുടെ പാതി അതിനകത്ത് കാണുന്നുള്ളൂ. സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്താണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ എന്തായാലും ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം. എൻ്റെ പണി എന്തായാലും ഒരുവിധം ആ മീൻ വറുക്കലോടുകൂടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിവിടെ വരാപ്പുഴയിൽ പോയിട്ടാണ് മീനും ചിക്കനൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഡയറക്റ്റ് പോയി വാങ്ങുമ്പോൾ മാർക്കറ്റിൽ പോയി വാങ്ങുമ്പോൾ വിലക്കുറവിന് കിട്ടും. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് അങ്ങനെയൊക്കെ ഞങ്ങളെല്ലാം എൻജോയ് ചെയ്താണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയിൽ എൻ്റെ മുഖത്ത് വീഡിയോ എടുക്കുന്നതിനിടെ ഞാൻ ഒരു കുരു കണ്ടേ. അത് വന്നത് ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ ആ വീഡിയോ എടുക്കുമ്പോഴായിരുന്നു ശ്രദ്ധിച്ചത്. അപ്പോൾ എൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ കാണുന്നത്. ഞാനാണെങ്കിൽ അതിങ്ങനെ ഇട്ട് അത് പോകുന്നവരെ ഞാൻ ഇനി എൻ്റെ മുഖത്തിട്ട് അങ്ങനെ ഇട്ട് ചുരണ്ടിക്കൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ തേക്കണമെന്ന് കരുതും. യൂട്യൂബിൽ കാണുമ്പോൾ എന്നാൽ പിന്നെ അത് തേക്കാമെന്നൊക്കെ കരുതും. സത്യം പറഞ്ഞാൽ മടിയാണ്. പിന്നെ ഞാനതങ്ങ് വിട്ടും പോകും. പിന്നെ ആ കുരു അതിൻ്റെ പാട്ടിന് തന്നെ അങ്ങ് മാറിക്കോളും. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ഒരുവിധം നല്ല സെറ്റായിട്ടുണ്ട്. അതിനകത്തേക്ക് അമ്മ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. അത്യാവശ്യം ചിക്കൻ്റെ ഗ്രേവിയൊക്കെ സെറ്റാക്കി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഇനിയിപ്പോൾ ചിക്കനും കൂടെ ഇട്ട് അതങ്ങനെ ഒന്ന് വേവിക്കാൻ വെച്ചാൽ മതി. അച്ഛൻ ഓട്ടം പോയി. അച്ഛന് ന്യൂ ഇയർ ആണെങ്കിലും അച്ഛൻ ഓട്ടം പോയിട്ടുണ്ട്. ചേട്ടനുണ്ട്. നമ്മുടെ പോർക്ക് പ്രിപ്പറേഷൻ നടത്തുന്നത് ചേട്ടനാണ്. ഈ പോർക്ക് എനിക്ക് അത്ര ഇതില്ല കാര്യമല്ല. പോർക്ക് പോട്ടി അതൊന്നും ഞാൻ അങ്ങനെ കഴിക്കില്ല. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് എപ്പോഴും ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. മീനും ഇഷ്ടമാണ്. പക്ഷേ എന്നാലും ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഓൾറെഡി ചിക്കൻ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും വിനാഗിരിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കനോടിട്ട് നമ്മുടെ ചിക്കൻ കറി അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ മീൻ വറുത്തതും ഒരുവിധം ഞങ്ങൾ ഓരോരോ പീസ് വീതം ഞങ്ങൾ 4 പേർക്ക് കൂടെ അങ്ങനെയാണ് വറുത്തെടുത്തത്. അപ്പോൾ എൻ്റെ മീൻ വറുക്കലും ഒരുവിധം കഴിഞ്ഞ് അതും ഞാനെല്ലാം കോരി മാറ്റിയൊക്കെ വെച്ചു. ഇനി അടുത്തത് ചേട്ടൻ്റെ വകയുള്ള പോർക്ക് പ്രിപ്പറേഷൻ ആയിരുന്നു. അതിന് അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേട്ടൻ കുരുകുരാന്ന് അരിഞ്ഞ് അമ്മ ഇതൊക്കെ അരിഞ്ഞു കൊടുത്തു. മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് എണ്ണയിലേക്കിട്ട് അത് പയ്യെ ചൂടാക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളല്ല, പക്ഷെ എന്നാലും ചേട്ടൻ്റേതായ ചില കുഞ്ഞു കുഞ്ഞു പ്രിപ്പറേഷൻസ് ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില നേരം എനിക്ക് തോന്നി അമ്മയെക്കാളും കൈപ്പുണ്യം ചേട്ടനുണ്ടെന്ന്. പക്ഷേ ചേട്ടൻ അങ്ങനെ ചില കുഞ്ഞു ഐറ്റംസ് മാത്രമാണ് ചിലത് ഉണ്ടാക്കുക. അത് പക്ഷേ അടിപൊളിയായിരിക്കും, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പോർക്ക് പക്ഷേ വച്ചത് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം കഴിച്ചില്ല എന്നുള്ളൂ. എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. വച്ചതൊക്കെ കൊള്ളായിരുന്നു. പിന്നെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങനെ അങ്ങോട്ട് പിടിക്കില്ല. അപ്പോൾ ചേട്ടൻ ഇതുപോലെ സവാളയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുവാണ്. നല്ല എന്താ പറയുക, നല്ല ഫ്രൈ രൂപത്തിലാണ് പോർക്ക് വെച്ചേക്കുന്നത്. എല്ലാവരും പറയുന്നേക്കാം പുട്ടും പോർക്ക് അല്ലെങ്കിൽ പുട്ടും പോട്ടിയൊക്കെ നല്ല കോമ്പിനേഷനാണ്. പോട്ടി ഞാൻ ഒട്ടും കഴിക്കുകയില്ല. പോർക്ക് പിന്നെ വല്ല 1 പീസോ 2 പീസോ അങ്ങനെയൊക്കെ കഴിക്കും. പക്ഷെ അതത്ര വലിയ ഇഷ്ടമില്ല. അപ്പോൾ നമ്മുടെ സവാളയിലേക്ക് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
നന്നായിട്ട് വഴറ്റിക്കൊണ്ട് ഇരിക്കണം. നന്നായിട്ട് വഴണ്ട് വന്നിട്ട് വേണം ബാക്കി പൊടികളും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോഴേക്കും അതിനകത്തേക്ക് മല്ലിപ്പൊടി ഒക്കെ ഇട്ടു. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് സവാള. ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ അരച്ച് വെച്ച അതേ പേസ്റ്റ് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. അതായത് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർത്ത പേസ്റ്റ് മൊത്തത്തിൽ നമ്മൾ എല്ലാത്തിനൂടെ ഒരുമിച്ച് അരച്ച് വയ്ക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ബാക്കി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് എണ്ണയൊക്കെ ഇടയ്ക്ക് എന്നിട്ട് അടിയിൽ പിടിക്കാത്ത രീതിക്കൊക്കെ നമ്മളത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പോർക്ക് വേവിച്ച് വെച്ചിരുന്നു. ആ വേവിച്ച് വെച്ചിരുന്ന പീസ് കൂടെ അതിനകത്തായിട്ടിട്ട് നന്നായിട്ട് ഇളക്കി അത് നല്ല ഫ്രൈ രൂപത്തിലാക്കി എടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ഓംലേറ്റാണ് ഉണ്ടാക്കിയത്. ഓംലേറ്റ് നമ്മൾ ആകെ 2 മുട്ട മാത്രമേ എടുത്തുള്ളൂ. കാരണം വെറുതെ ഒത്തിരി വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് തന്നെ ജസ്റ്റ് 2 മുട്ട വെച്ചിട്ട് ഒരൊറ്റ ഒരു ഓംലേറ്റ് ഉണ്ടാക്കി അത് നമ്മളൊരു 4 പീസ് ആക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി നമ്മൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് മതി എന്നായിപ്പോയി. കാരണം അപ്പോൾ എനിക്കായാലും എനിക്കങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ സാമ്പാറും ആ മീൻ വറുത്തതും അങ്ങനെ ഏതെങ്കിലും ഒന്ന് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറും മീൻ വറുത്തതുകൂടെയൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ പോലെ തന്നെയാണോ എല്ലാവർക്കും? ഏതെങ്കിലും ഒന്ന് ഇത് മതി എന്നാണോ അതോ എല്ലാം കൂടെ കൂട്ടി കഴിക്കാനാണോ ഇഷ്ടം? എന്തായാലും ഞങ്ങളിത് ഇലയൊക്കെ വഴറ്റി അതിനകത്തേക്ക് കുറച്ച് ചോറൊക്കെ ഇട്ട് ചിക്കൻ്റെയും കൂടെ കറി അതിനകത്തോട്ട് ഇത്തിരി ഇട്ടു. പൊതിഞ്ഞ് വയ്ക്കാനായിട്ടാണ്. ചോറ് പോലെ പൊതിഞ്ഞ് കഴിക്കാനായിട്ടായിരുന്നു. പോർക്കിൻ്റെ ഉണ്ടാക്കിയതല്ലേ ഇത്തിരി കഴിച്ചേക്കാം എന്നുള്ളത് കൊണ്ട് ഞാനൊരിത്തിരി അതിനകത്തേക്ക് ഇട്ടു. പിന്നെ ഒരു മീൻ വറുത്തത് പിലോപ്പി മീൻ വറുത്തത് വെച്ചു. പിന്നെ നമ്മുടെ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ട നമ്മളതൊരു 4 പീസാക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊരു പീസ് എടുത്തിട്ട് അതിനകത്തേക്ക് വെച്ചിട്ട് നമ്മൾ പൊതിഞ്ഞ് വെച്ചു. എന്നിട്ട് നമ്മൾ കുറച്ച് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ആ പൊതി അങ്ങ് തുറന്ന് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കച്ചമ്പറും കൂടെ ഉണ്ടാക്കിയായിരുന്നു. കച്ചമ്പറം എന്ന് പറഞ്ഞാൽ സലാഡും കൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വെച്ചില്ല. കഴിക്കാൻ നേരത്ത് അതിനകത്തോട്ട് ഒഴിക്കുകയാണ് ചെയ്തത്. കാരണം തൈര് അതിനകത്ത് ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീത്തയായി പോകും എന്നുള്ളത് കൊണ്ട് എന്തായാലും എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഉള്ളിൽ വെച്ചില്ല. എന്നിട്ട് ഞാൻ എല്ലാം കൂടെ കുറേശ്ശെ എടുത്തിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് എല്ലാം കൂടെ കൂട്ടിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ഒരു രുചി എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോന്നെടുത്ത് കഴിച്ചപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. മീൻ വറുത്തതൊക്കെ ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കനും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പോർക്ക് മാത്രമാണ് ഞാൻ കഴിക്കാത്തത് കൊണ്ട് എനിക്കിതില്ലാന്നുള്ളൂ. പക്ഷേ ചേട്ടൻ വെച്ചത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുള്ളൂ ഇത്രയും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.